Hello guys, this is part 2 of a craft world. നമുക്ക് ഇവിടെയെല്ലാം നമുക്ക് സെറ്റാക്കാം. നമ്മളിവിടെയൊക്കെ ഹോളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് നിലയുള്ള വീടാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതെല്ലാം ഒന്ന് അടിച്ചു പൊട്ടിക്കാം. ഇപ്പോഴത്തേക്കും നമുക്ക് ഇത് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയായിരിക്കും നമുക്ക് രാവിലെ ആവുന്നത് വരെ നമുക്കിത് ഇങ്ങനെ ഇരിക്കാം. ഒരു ടൈപ്പ് ഞാൻ പോയി ടോർച്ച് എടുക്കട്ടെ. ടോർച്ച് എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെയൊക്കെ വെക്കണം, കാരണം വച്ചില്ലെങ്കിൽ പണിയാവുമെന്ന് എനിക്കറിയാം. ഏതെങ്കിലും സോംബി വന്നാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ തറയിലുള്ള എല്ലാം പെട്ടെന്ന് അടയ്ക്കണം. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഡിസൈനും ചെയ്യാൻ പോകുന്നില്ല. രാവിലെ ആകുമ്പോൾ നമുക്ക് നല്ല ഡിസൈനൊക്കെ ചെയ്യാം. ഇപ്പോൾ വയ്ക്കാത്തതിൻ്റെ കാരണം ചിലപ്പോൾ നമ്മളിങ്ങനെ വച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ല സോംബിയും കയറി വരാം. നമുക്ക് ഫസ്റ്റ് മുകളിലോട്ട് കയറിയിട്ട് എന്താ ഞാൻ പറഞ്ഞില്ല എന്തോ അപ്പോൾ എവിടെയോ ഒരു സാധനം നടക്കുന്നുണ്ട്. നമുക്കാദ്യം ഇതൊന്ന് ക്രോച്ച് വെക്കണം. അപ്പോൾ താഴെ ഇറങ്ങാം. പെട്ടെന്ന് ഇത് അടക്കിയിട്ടില്ല. ഡർട്ട് എടുത്ത് അടയ്ക്കാം. അത് കാരണം ഡർട്ടാകുമ്പോൾ കുഴപ്പമില്ല. നമുക്കിനി ഇവിടെ എല്ലാം സെറ്റാണ്. അയ്യോ, ഇവിടെ ക്ലോസ് ആയിപ്പോയി. നമുക്കിനി അകത്തുള്ള ഭാഗങ്ങൾക്ക് മാത്രം വയ്ക്കാം. ഇതാ നമുക്ക് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആക്കണം. ഇത് പൊട്ടുന്നില്ല. പിന്നെ അവിടെ തന്നെ വച്ച് ഇനി നമുക്ക് ഇങ്ങോട്ട് മാറാം. ഈ ഭാഗത്തോട്ട് ക്ലോസ് ചെയ്യണം. എങ്ങനെയൊക്കെ സെറ്റാവുന്നതാണ് ഞാനല്ല വയ്ക്കുന്നത്. നമുക്കിതൊന്ന് പൊങ്ങിക്കണം. ഇങ്ങോട്ട് നീങ്ങാം. ഈ ഭാഗത്ത് അടയ്ക്കണം. സോറി ഗൈസ്, നമുക്കിനി ഇതെല്ലാം ഇവിടെ വെക്കട്ടെ. നമുക്ക് ഇനി മഴക്കൂരയൊക്കെ സെറ്റാക്കണം. നമുക്ക് ഇന്നിവിടെ എല്ലായിടത്തും സെറ്റായിട്ട് നല്ല സോംബിയും കയറി വരണേ മുമ്പ് ഇതെല്ലാം കിട്ടും. നമുക്ക് ഇതെല്ലാം സെറ്റാക്കണം. മുകളിലത്തെ ഒന്ന് അതിനായിപ്പോയി ടോർച്ച് വെക്കും. കാരണം സോംബികൾ അട്രാക്റ്റ് ചെയ്യും. ഇത് എളുപ്പപ്പെടുത്തും. ഇത് എവിടെയൊക്കെ ഉണ്ടോ ഞാൻ ഫോൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ. നമുക്ക് ഇതെല്ലാം വെട്ടിക്കളാട്ടോ. മരങ്ങളൊന്നും ആവശ്യമില്ല. ഈ വാങ്ങെല്ലാം വെട്ടിട്ട് ഈ മരത്തിൻ്റെ ഈ തടിയെല്ലാം വെട്ടിട്ട് ഏകദേശം രാവിലെ ആവാറായിട്ടുണ്ട് നമുക്കിവിടെ. ഓക്കെ, നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഒരു ടോർച്ച് ഇവിടെ വയ്ക്കാം. എവിടെയെങ്കിലും പൂട്ടാണ്ടോ നോക്കട്ടെ. ഇറങ്ങാം. ഓക്കെ, നമ്മുടെ വീട്ടിനകത്തുണ്ട്. ഇതുണ്ട്. രാവിലെ നമുക്കിതെല്ലാം ഡിസൈൻ ചെയ്യണം. നമുക്ക് കഴിച്ച് നമ്മളിപ്പോൾ വീടിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെയെല്ലാം പൊളിച്ച് സെറ്റാക്കണം. മുകളിലത്തെ ഇതെല്ലാം ഇവിടെ ആയിട്ടുണ്ടാകും. ഗൈസ്, ഞാനിവിടെ 2 നില വീടാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നിലയാണിത്. ഞങ്ങൾക്ക് ഇനി അണ്ടർഗ്രൗണ്ട് റൂമൊക്കെ വയ്ക്കാം. അത് ഇതെല്ലാം പൊളിക്കാം. ഗൈസ്, നമുക്കൊന്ന് പൊങ്ങാം. ഫ്രണ്ടിലോട്ട് പോവാം. താഴോട്ടാണ്. നമുക്ക് ഇവിടെ എല്ലാം സെറ്റാക്കണം. ഇനിയൊരു സോംബി വരുമെന്ന് എനിക്ക് പേടിയൊന്നുമില്ല, കാരണം ഞാൻ മുകളിലത്തെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ എല്ലാം ലൈറ്റൊക്കെ വയ്ക്കണം ഗൈസ്. അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പൊക്കെ ഞാൻ ഒരു ഹൗസൊക്കെ ഉണ്ടാക്കി. അത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം ഗൈസ്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം.
ഇങ്ങനെ കാണിക്കും. ക്ലോസ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. എന്താ കുഴപ്പമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ഡിസൈനുള്ള എന്തെങ്കിലും എടുക്കാം. നമുക്കൊരു അക്വേറിയം നമുക്ക് ഇവിടെ എവിടെയും സെറ്റ് ചെയ്യാം ഗൈസ്. കാരണം എനിക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. നമുക്കിനി ഈ ഭാഗത്തൊരു അക്വേറിയം ഈ ഭാഗത്തുണ്ട്, ഈ ഭാഗത്താക്കാം. കാരണം ഇവിടെ നല്ല പ്ലേസ് ഉണ്ട്. അക്വേറിയത്തിൻ്റെ കല്ല് ഓക്കിൻ്റെ വേണ്ട, നമുക്ക് ഏറ്റവും കട്ടിയുള്ള ഭാഗം മതി. ഏതുള്ള അക്വേറിയത്തിന് ഗ്ലാസ് ടൈപ്പാണ് ആവശ്യം. നോക്കട്ടെ ഗായ്സ് നമുക്ക് ഏതുണ്ട്? ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. നമുക്ക് വേറെ എവിടെയും നോക്കാം. മീനിതാ കിടക്കുന്നത് ഗൈസ്, കുറേ മീനുണ്ട്. നമുക്ക് ബ്രിക്സിൻ്റെ സ്ഥലമെത്തി. നമുക്കിതെടുക്കാം. നമുക്ക് ഈ സ്ഥലം തൊട്ട് വേണ്ട, ഇത് ഉള്ളില്ല. നമുക്ക് ഇതെല്ലാം വിട്ടാം. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളതെല്ലാം എടുക്കാം. ഇതെടുക്കാം. ഇവിടെ കട്ട് ചെയ്ത് കളയട്ടെ ഗൈസ്. നമുക്ക് ഇത് ക്ലോസ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്ന് പൊങ്ങാം. നമുക്ക് അവിടെ എല്ലാം ക്ലോസ് ചെയ്യണം. മീൻ മുകളിൽ ചാടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ എല്ലാം ക്ലോസ് ചെയ്യണം. അവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗം എല്ലാം ക്ലോസ് ചെയ്ത് നമുക്ക് വെള്ളം എടുക്കാം. വെള്ളത്തിന് ഇതെടുക്കാം. ഇവിടെ ഉള്ള അതാ അടക്കുന്നത് വാട്ടർ ബക്കറ്റ് ഇട്ട് കൊടുക്കാം. അയ്യോ, ഇവിടെ ഞാനിപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇതെല്ലാം വെച്ചു. എന്ത് ദിവസം നോക്കട്ടെ ഗൈസ്. അയ്യോ, വാട്ട് ഐ ക്യാൻ ഡു, അവിടെ ക്ലോസ് ചെയ്യാം. അത്ര നമുക്കിനി ഫിഷ് എടുക്കാം. അവിടെ എല്ലാം ക്ലോസ് ചെയ്ത്. അയ്യോ, വെള്ളം പോയി. അവിടെ കിടക്കട്ടെ. നമുക്ക് ഇതെടുത്തില്ല, ഇനി കൊടുക്കാം. ഓക്കെ, ഇത് വെട്ടി കൊടുക്കാം. ഓക്കെ ഗൈസ്, നമുക്കിനി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗൈസ് നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഇവിടെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇവിടെ മീനുണ്ട്, നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകാം ഗൈസ്. നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ്. ഏതായിരുന്നു മീനുള്ള മീനുണ്ട്? ഇതാണോ അതോ ഇതാണോ അതോ ഇതാണോ? ഇത് തന്നെ. ഇതിന് മീനുണ്ട്, ഇട്ട് കൊടുക്കാം. ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കട്ടെ ഗൈസ്. ഓനോ ഗൈസ്, നമ്മുടെ വീട്ടിലാണ്. ഞാനിപ്പോൾ പണിയെടുക്കും. വെള്ളമില്ല ഇപ്പോൾ. എനിക്കറിയായിരുന്നു വെള്ളം വരും. ഇങ്ങോട്ട് എന്താ ഗൈസ്, എനിക്ക് നീങ്ങാൻ പറ്റാതെ ഞാനിവിടെ നിൽക്കുന്നു.
ഞാനിനി ഇതിൽ കൊണ്ടുവച്ചു. ഗൈസ് നമ്മളിവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ എല്ലാം നീളം ബാക്ക് പഴയതുപോലെ ആക്കട്ടെ. ഈ തടിയെല്ലാം മാറ്റട്ടെ, തടിയില്ല ഈ കല്ല് മാറ്റട്ടെ ഗായ്സ്. ഇനി എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ജെയിംസിൻ്റെ ഇത് ഇറക്കാമെന്ന് വിചാരിച്ചെൻ്റെ പൈസ കറക്റ്റായിട്ട് വന്നില്ല. എൻ്റെ ഈ പൈസയുടെ ഷോർട്ടേജ് കിട്ടി, അതുകൊണ്ട് എനിക്ക് വീഡിയോ കണ്ടിട്ട് പൈസ എടുക്കാമെന്ന് വിചാരിച്ച പക്ഷെ പണിയായി. പക്ഷേ ഇന്നത്തെ ലിമിറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് അത് നാളെ ആക്കാനേ പറ്റൂ. അതുകൊണ്ട് ശരി ഗായ്സ്, അടുത്ത വീഡിയോ ഇതല്ലെങ്കിൽ ഞാൻ അടുത്ത ഇതിറക്കാം ജെയിംസിൻ്റെ. അപ്പോൾ ശരി, താങ്ക് യു ഗായ്സ്, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ഇതുമായിട്ട് വരും. ചിലപ്പോൾ ഞാൻ ജെയിംസ് ആക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ആയിരിക്കും അതിൻ്റെ ബാക്കി. അപ്പോൾ ഗായ്സ് ബൈ. ക്ലോസ് ചെയ്യട്ടെ.